അമേരിക്കയിലെ ടെക്സസിൽ ഹ്യൂസ്റ്റൺ നഗരത്തിൽ ജിം മെർഗർ, സാൻഡ്ര മെർഗർ എന്ന ദമ്പതികൾ. അവരുടെ ജീവിതത്തിൽ കുറച്ചു വർഷങ്ങൾ പിന്നോട്ട് നോക്കിയാൽ ജിം എന്നയാൾ ഒരു വിദേശിയാണ്. 3 വയസ്സുള്ളപ്പോൾ ജോലി കാരണത്താൽ മാതാപിതാക്കൾ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. സാൻഡ്രയെക്കുറിച്ച് പറഞ്ഞാൽ അവർ ഇവിടെ തന്നെ അമേരിക്കയിൽ തന്നെ ജനിച്ചു വളർന്നവളാണ്. രണ്ടുപേരും കോളേജിലാണ് കണ്ടുമുട്ടുന്നത്. കുറച്ചു വർഷങ്ങൾ പ്രണയിച്ചു. ശേഷം 1980 വിവാഹം കഴിച്ചു. ഇവരുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പെൺകുഞ്ഞും ജനിച്ചു. കുഞ്ഞിന്റെ പേര് എലിസബത്ത്. ജിം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. സാൻഡ്ര മെഡിക്കൽ ബില്ലിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. നല്ലൊരു ജോലി, മനോഹരമായ കുഞ്ഞ്, മികച്ച വരുമാനം, എല്ലാം കൂടെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം. പക്ഷെ അതിനിടയിൽ സാൻഡ്രയുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. ലൂപ്പസ് എന്ന ഒരു രോഗം, എപ്പിലെപ്സി എന്ന തൈറോയിഡിന്റെ പ്രശ്നം. അതും പോരാതെ ഒരു ചെറിയ അപകടത്തിൽ അവരുടെ ഹിപ്പ് ബോൺ പൊട്ടുന്നു. തുടർന്ന് ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി ചെയ്യുന്നു. ഈ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സാൻഡ്രയ്ക്ക് ജോലികൾ ചെയ്യുക പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. വീട് വൃത്തിയാക്കുക മുതൽ പാചകം, വാഷിംഗ് മെഷീനിൽ വസ്ത്രം ഇടാൻ പോലും അവൾക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക? സാൻഡ്ര 100% ഭർത്താവായ ജിമ്മിനെ ആശ്രയിച്ച് കഴിയേണ്ട ഒരവസ്ഥയായിരുന്നു. പക്ഷെ ജിം ഒരിക്കലും അതിൽ മനം നൊന്തില്ല. ഭാര്യയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാം വെച്ച് നോക്കുമ്പോൾ അവർ അനുഗ്രഹീത ദമ്പതികളായിരുന്നു. കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. വിവാഹം കഴിഞ്ഞ് 32 വർഷം. 2012 ആ വർഷം ഡിസംബർ മാസം 22 ക്രിസ്മസ് അടുക്കാൻ പോകുന്നു. കൂടാതെ ജിം ഉടൻ റിട്ടയർ ആകാൻ പോവുകയാണ്. ഇതൊക്കെ സന്തോഷകരമായി ആഘോഷിക്കണം എന്നവർ തീരുമാനിച്ചു. ഈ അമേരിക്കൻസിന് പോസ്റ്റ് റിട്ടയർമെന്റ് ലൈഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനായി വീട് വിൽക്കുകയും മനോഹരമായ മറ്റൊരു വീട്, അതിപ്പോ ബീച്ച് സൈഡിലോ ടൗണിലോ ടൂറിസ്റ്റ് സ്ഥലത്തോ ഒരു വീട് വാങ്ങി ജീവിതത്തിലെ ബാക്കി സമയങ്ങളെല്ലാം അവിടെ ആസ്വദിക്കുകയും ചെയ്യും. ഇവിടെ ജിം, സാൻഡ്ര ദമ്പതികളും അവരുടെ പദ്ധതികൾ കുറെ കാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഡിസംബർ മാസം 22 രാത്രി അവർ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് രസകരമായ ഡിന്നർ കഴിച്ചു. പിന്നെ CVS എന്ന ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചില ഹെൽത്ത് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി. രാത്രി ഒരു 9:30, 10 മണിയോടുകൂടി വീട്ടിലെത്തുകയും ചെയ്തു. ഡ്രിങ്ക്സ് കുടിച്ച് വിശ്രമിച്ചു. അതിനുശേഷം ജക്കൂസി എന്നൊരു ബാട്ടപ്പിൽ കുളിക്കാം എന്ന് തീരുമാനിച്ചു. ഈ സമ്പന്ന കുടുംബങ്ങളിലൊക്കെ ബാത്റൂമിൽ ജക്കൂസി എന്നൊരു ടബ് ഉണ്ടായിരുന്നു. ഉള്ളിൽ വെള്ളം ഇങ്ങനെ സ്ട്രീം പോലെ സ്പ്രേ ചെയ്ത് ശരീരം മസാജ് ചെയ്യുന്ന ഒരു സിസ്റ്റമുള്ള ടബാണ്. അങ്ങനെ രാത്രി ഒരു 10:30, 11 മണിയോടെ ഇരുവരും ഈ ജക്കൂസിയിലേക്ക് ചെന്നു. കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ചും ക്രിസ്മസ് ഡിന്നറിനെ കുറിച്ചും കുടുംബത്തെ എങ്ങനെ സ്വീകരിക്കണം, ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നു. അടുത്ത ദിവസം ജിം തൻ്റെ അമ്മ, അച്ഛൻ, സഹോദരൻ എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇങ്ങനെ ഇവർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സമയം എങ്ങനെ പോയതെന്ന് അവർ പോലും അറിഞ്ഞില്ല. രാത്രി ഇപ്പോൾ 1 മണിയായി. ജക്കൂസിയിൽ ഇരുന്ന് അങ്ങനെ സംസാരിച്ച് റിലാക്സ് ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി അവരുടെ വീട്ടിൽ വളർത്തുന്ന നായ വളരെ മോശമായ രീതിയിൽ കുരയ്ക്കാൻ തുടങ്ങുന്നു. 4 നായകൾ അവരുടെ വീട്ടിലുണ്ട്. എല്ലാവരും ഒരുമിച്ച് കുരയ്ക്കുന്നു. ഈ സമയം ജിം ഭാര്യയോട് പറഞ്ഞു, ഞാൻ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. നായെ ഞാനൊന്ന് കെട്ടിയിട്ടിട്ട് ശാന്തമാക്കട്ടെ, പിന്നീട് നമുക്ക് ഉറങ്ങാം എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ജിം ആ ജക്കൂസിയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. ഇതിനിടയിൽ സാൻഡ്രയും ജക്കൂസിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. സാധാരണ ഇവിടങ്ങളിൽ ഈ ബാത്റൂമിന് പുറത്തായി തന്നെ ഒരു ക്ലോസറ്റ് ഏരിയ ഉണ്ട്. അതായത് പല വീടുകളിലും ബാത്റൂമിന്റെ പക്കൽ തന്നെ വസ്ത്രം മാറാനുള്ള ഒരു സ്വകാര്യ ക്ലോസറ്റ് ഏരിയ ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെയുണ്ട്. അങ്ങനെ ജിം നായെ നോക്കാൻ പുറത്തേക്ക് പോകുന്നു. സാൻഡ്രയും വസ്ത്രം മാറാനായി പോകുന്നു. അത്രയേ ഉള്ളൂ. അതിനുശേഷം അടുത്ത ദിവസം 2012 ഡിസംബർ മാസം 23 രാവിലെ ഒരു 7 മണി വീടിന് മുന്നിലൂടെ ജോഗിങ്ങിന് പോകുന്ന ചിലർ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇവരുടെ വീടിന് മുന്നിലുള്ള ഗ്യാരേജ് ഡോർ തുറന്നു കിടക്കുകയാണ്. 2 കാറുകളും അകത്തുണ്ട്. ജിമ്മിന്റെയും സാൻഡ്രയുടെയും കാർ അകത്തുണ്ട്. പക്ഷെ ഗ്യാരേജിന്റെ വാതിൽ മുഴുവനും ആ രാത്രി തുറന്ന നിലയിലായിരുന്നു. ഇതെല്ലാവർക്കും ഒരു സംശയത്തിന് കാരണമായി. വൈകുന്നേരമായിട്ടും അത് അങ്ങനെ ഓപ്പണിൽ തന്നെയാണ്. അന്നത്തെ ആ വൈകുന്നേരം ജിമ്മിന്റെ അച്ഛൻ, അമ്മ, അനിയൻ, സഹോദരി എല്ലാവരും ക്രിസ്മസ് ഡിന്നറിനായി ആ വീട്ടിലേക്ക് എത്തുന്നു. വാതിൽ മുട്ടി നോക്കി, ബെൽ അമർത്തി നോക്കി, ഫോൺ ചെയ്ത് നോക്കി, യാതൊരു പ്രതികരണവും ഇല്ല. അപ്പോഴാണ് ജിമ്മിന്റെ സഹോദരൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഗ്യാരേജിന്റെ ഡോർ അപ്പോഴും ഓപ്പൺ ആണ്. അവൻ കുനിഞ്ഞ് ആ ഗ്യാരേജ് വഴി വീടിനുള്ളിലേക്ക് കടക്കുന്നു. വീട് മുഴുവനും വല്ലാത്തൊരു നിശബ്ദത. പ്രധാന വാതിൽ തുറന്ന് മറ്റ് ബന്ധുക്കളെ എല്ലാം അകത്തേക്ക് കടത്തിവിട്ടു. ജിം, സാൻഡ്ര ഇങ്ങനെ പേര് വിളിച്ചുകൊണ്ട് അകത്തേക്ക് എല്ലാവരും കയറി. യാതൊരു പ്രതികരണവും ഇല്ല. ഇപ്പോഴാണ് എല്ലാവരുടെ മനസ്സിലും ഒരു ആശങ്ക ഉയർന്നത്. അവരങ്ങനെ വീട്ടിലെത്തി മുകളിലത്തെ നിലയിലേക്ക് പോകുന്നു. 1ാമത്തെ നിലയിലേക്ക് കയറുമ്പോൾ ബാത്റൂമിനടുത്ത് ഒരു ക്ലോസറ്റിൽ നിന്നും
ചെറിയൊരു ഒച്ച കേൾക്കുന്നു. ഒരു മങ്ങിയ, ഒരു വ്യക്തതയുമില്ലാത്ത ഒരു സഹായഹീനമായൊരു ശബ്ദമായിരുന്നു. അങ്ങനെ അവർ ക്ലോസറ്റിന്റെ വാതിലിന് അടുത്ത് ചെന്നപ്പോൾ വാതിൽ പുറത്തു നിന്നും ചെറിയൊരു കസേര ഉപയോഗിച്ച് അടച്ച് പൂട്ടിയിരിക്കുകയാണ്. ഇവർ ആ കസേര മാറ്റി വാതിൽ തുറന്നു. അകത്ത് അവർ കണ്ട ആ ദൃശ്യം അത്രയേറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സാൻഡ്ര പൂർണ്ണ നഗ്നയായി കൈകൾ പിന്നിൽ കെട്ടിയ നിലയിൽ വായിൽ ഒരു തുണി കയറ്റി വെച്ചിട്ടുണ്ട്. ബലമായി ആരോ കുത്തി കയറ്റിയിട്ടുണ്ട്. ബാത്റൂം മുഴുവനും വെള്ളം കിടപ്പുണ്ട്. ഇത് കണ്ട ജിമ്മിന്റെ സഹോദരൻ ഒന്നും മനസ്സിലായില്ല. വളരെ വേഗത്തിൽ ചെന്ന് സാൻഡ്രയുടെ വായിലുണ്ടായിരുന്ന തുണി പുറത്തേക്കെടുത്തു. കയ്യിലെ കെട്ടുകളെല്ലാം മാറ്റി അവളെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ വല്ലാത്ത ആശയക്കുഴപ്പം, ആരാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. എന്നാൽ സാൻഡ്രയുടെ തൊട്ടടുത്ത് ക്ലോസറ്റിൽ നിന്നും 2-3 അടി ദൂരെ ജിം അതുപോലെ തന്നെ നഗ്നനായി നിശ്ചലനായി കിടക്കുകയാണ്. അവന്റെ ശരീരത്തിൽ 50-ലധികം കുത്തേറ്റ മുറിവുകളുണ്ട്. എവിടെ നോക്കിയാലും രക്തം മാത്രം. കൈകളും കാലുകളും സാൻഡ്രയുടേതുപോലെ തന്നെ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ ശരീരത്തിലുണ്ടായിരുന്ന പ്രതിരോധ മുറിവുകൾ കാണുമ്പോൾ അവൻ മരിക്കുന്നതിന് മുൻപ് ശക്തമായി പ്രതിരോധിച്ചതിന്റെ അടയാളങ്ങളെല്ലാം വ്യക്തമായിരുന്നു. ഇത് കണ്ട് ജിമ്മിന്റെ കുടുംബം, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഈ ഒരു ദൃശ്യം അവരെ എല്ലാവരെയും വല്ലാതെ അങ്ങ് വിറപ്പിച്ചു. വേഗത്തിൽ ജിമ്മിന്റെ സഹോദരൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റും പാരാമെഡിക് ടീമും അടുത്ത 15 മിനിറ്റിൽ തന്നെ വീട്ടിലെത്തുന്നു. ആദ്യം പോലീസ് ആ മുഴുവൻ വീടും പരിശോധിച്ചപ്പോൾ ബലം ഉപയോഗിച്ച് പ്രവേശിച്ചതിന്റെ യാതൊരു അടയാളവും ഇല്ല. അതേസമയം വീട് മുഴുവനും ഇങ്ങനെ കുഴഞ്ഞും ചിതറിയും കിടക്കുകയാണ്. അകത്തെ കബോർഡുകളും ക്ലോസറ്റും എല്ലാം തുറന്നു കിടക്കുന്നു. ആരോ വീട്ടിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചതുപോലെ എല്ലാ വസ്തുക്കളും അങ്ങിങ്ങും ചിതറി കിടക്കുന്നു. പോലീസ് നോക്കുമ്പോൾ അവരുടെ ആഭരണം വയ്ക്കുന്ന ബോക്സ് ഇവയെല്ലാം ചിതറിയ നിലയിലാണ്. അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വയ്ക്കുന്ന ഒരു ലോക്കറിന്റെ കൈപ്പിടിയിൽ രക്തക്കറ കാണുന്നുണ്ട്. പക്ഷെ ലോക്കർ തുറന്നിട്ടില്ല. അതായത് ജിമ്മിനെ കൊന്ന വ്യക്തി ലോക്കർ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിൽ അയാളുടെ രക്തം കൈപ്പിടിയിൽ തട്ടുകയും ചെയ്തിരിക്കാം എന്നാണ് സംശയം. ഫോഴ്സ്ഡ് എൻട്രി ഇല്ലെങ്കിലും വീട്ടിൽ മോഷണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇതിനുശേഷം ജിമ്മിന്റെ മൃതദേഹം പരിശോധിക്കുമ്പോൾ കൈകളും കാലുകളും കയറുകൊണ്ട് ശക്തമായ രീതിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ശരീരം മുഴുവനും നഗ്നമാണ്. 50-ൽ കൂടുതൽ കുത്തേറ്റ പരിക്കുകളുണ്ട്. ജിം ജക്കൂസിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് തന്നെ അയാളെ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജിം മരിച്ചത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ജീവിച്ചിരിപ്പുള്ള സാൻഡ്രയോട് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നു. സാൻഡ്ര പറഞ്ഞത്, ഞങ്ങൾ ഇരുവരും ജക്കൂസിയിൽ കുളിക്കുമ്പോഴാണ് നായകൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ടത്. ജിം അത് പരിശോധിക്കാൻ എഴുന്നേറ്റ് പോയി. പിന്നീട് ഞാനും ജക്കൂസിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അത്രമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം എനിക്ക് ബോധമില്ല, എന്ത് സംഭവിച്ചു എന്നും അറിയില്ല എന്ന്. എഴുന്നേറ്റ് നോക്കുമ്പോൾ വായ്ക്കുള്ളിൽ തുണിയായിരുന്നു. കൈകൾ പിന്നിൽ കെട്ടിയ നിലയിലായിരുന്നു. കുറച്ചു ദൂരത്തിൽ ജിം കിടക്കുന്നതും കണ്ടു. എനിക്കൊന്നും ചെയ്യാനായില്ല. എന്റെ നിലവിളി പോലും പുറത്തേക്ക് വന്നില്ല. വൈകുന്നേരം ഒരു 4-5 മണിയോടുകൂടിയാണ് ജിമ്മിന്റെ സഹോദരൻ വന്നത്. പക്ഷെ പോലീസിന് അവൾ പറഞ്ഞ ഈ കഥയിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു. ഒരാൾ കുളിച്ച് പുറത്തു വന്ന ഉടനെ എങ്ങനെയാണ് പെട്ടെന്ന് ബോധം കെട്ട് വീഴുക? എന്തെങ്കിലും ഷോക്കാണോ? മയക്കുമരുന്ന് കഴിച്ചതാണോ? അല്ലെങ്കിൽ CVS സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഈ എനർജി ഡ്രിങ്ക് അതാണോ ഇതിന് കാരണം? അടുത്ത് പോലീസിന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ജിം 50-ലധികം കുത്തേറ്റിട്ടുണ്ട്. പരിക്കോടുകൂടി അയാൾ മരിച്ചിട്ടുണ്ട്. അയാൾ ജീവൻ രക്ഷിക്കാൻ ഭയങ്കരമായി പോരാടിയതിന്റെ തെളിവുകളുണ്ട്. അത്ര വലിയ കലഹം അവിടെ നടക്കുമ്പോൾ സാൻഡ്രയ്ക്ക് ഒന്നും കേൾക്കാത്തത് എങ്ങനെയാണ്? അവൾ പറഞ്ഞത്, എനിക്കൊന്നും ഓർമ്മയില്ല, ക്ലോസറ്റിൽ എത്തിയ ഉടനെ ബോധം നഷ്ടമായി എന്നാണ്. പക്ഷേ ക്രൈം സീൻ തെളിവുകളും അവൾ പറഞ്ഞ വാക്കുകളും ഒന്നും പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. കൂടാതെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും കയറിയതിന്റെ അടയാളം ഇല്ല. അപ്പൊ പിന്നെ ജിമ്മിന് ഇത്ര ക്രൂരമായി ആരാണ് കൊന്നത്? സാൻഡ്ര ഇങ്ങനെ കെട്ടിയിട്ടത് ആരാണ്? പോലീസിന് വന്ന മറ്റൊരു സംശയകരമായ കാര്യം, സാൻഡ്രയുടെ കൈകൾ അവൾ തന്നെ ഉപയോഗിക്കുന്ന സ്കാർഫ് ഉപയോഗിച്ചാണ് കെട്ടിയിരുന്നത്. അതും അത്ര ടൈറ്റായിട്ടൊന്നുമല്ല, വളരെ ലൂസായിട്ടാണ് കെട്ടിയിരുന്നത്. ചെറുതായി ഒന്ന് പിടിച്ചു വലിച്ചിരുന്നെങ്കിൽ ഇളകി വരാമെന്നൊരു രീതിയിലായിരുന്നു അത്. അതും ഒരു സംശയത്തിന് കാരണമായി. കൂടാതെ അവൾ പറഞ്ഞത് രാത്രി 1-1:30 മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം ഈ 5 മണി വരെയും എൻ്റെ കൈ ഇങ്ങനെ കെട്ടിയിരുന്നു എന്നാണ്. അപ്പോൾ തുടർന്ന് ഒരു 15-16 മണിക്കൂറോളം കൈകൾ കെട്ടിയിരുന്നാൽ രക്തപ്രവാഹം തടസ്സപ്പെടും, ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, അത് കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. കൈകളിൽ യാതൊരു അടയാളവും ഇല്ല. ഇപ്പൊ പോലീസിന് സാൻഡ്രയിലാണ് സംശയം തോന്നിയത്. പക്ഷേ ഇത് മെഡിക്കൽ വിദഗ്ധരുടെ പരിശോധന കൊണ്ട് മാത്രമേ ഉറപ്പാക്കാൻ കഴിയൂ എന്ന് മനസ്സിലായി. സാൻഡ്രയ്ക്ക് സത്യത്തിൽ എന്ത് സംഭവിച്ചു? ക്ലോസറ്റിൽ ഇറങ്ങിയ നിമിഷം അവൾ എങ്ങനെയാണ് ബോധം കെട്ട് വീണത്? ഇലക്ട്രിക് ഷോക്ക് ഏറ്റോ? അല്ലെങ്കിൽ അവൾ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാങ്ങിയ ജ്യൂസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഇത് മനസ്സിലാക്കാനായി സാൻഡ്രയെ ആശുപത്രിയിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് അയക്കുന്നു. തുടർന്ന് ക്രൈം സീൻ പരിശോധിക്കുമ്പോൾ പോലീസിന് 3 പ്രധാനപ്പെട്ട തെളിവുകളാണ് ലഭിച്ചത്. ജിമ്മിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി,
ഇത് ക്ലോസറ്റിനടുത്തായി തന്നെ അത് കണ്ടെടുത്തു. ജിം അതേ കത്തിയാൽ തന്നെയാണ് കൊല്ലപ്പെട്ടത്. അതെടുത്തതും അവരുടെ അടുക്കളയിൽ നിന്നാണ്. രണ്ടാമത്തെ കാര്യം, ജിം സ്വയം സംരക്ഷണത്തിനായി ഉപയോഗിക്കാൻ വെച്ചിരുന്ന ഒരു പിസ്റ്റൾ അടുത്ത് തന്നെ ഉണ്ട്, പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, വീട്ടിലെ വില പിടിച്ച വസ്തുക്കൾ വയ്ക്കുന്ന ലോക്കറിന്റെ ഹാൻഡിൽ രക്തത്തിന്റെ പാടുണ്ട്. ആ രക്തം ആരുടേതാണ്? അതേ DNA ഉള്ള ആളായിരിക്കും ഈ കൊലപാതകം നടത്താൻ കൂടുതൽ സാധ്യത. ഇതൊക്കെയാണ് പോലീസിന്റെ നിഗമനം. പക്ഷെ മോട്ടീവ് എന്തായിരിക്കും? വീട് മുഴുവനും ഇങ്ങനെ കുഴഞ്ഞു കിടക്കുകയാണ്, പക്ഷെ ഒരൊറ്റ വിലപിടിപ്പുള്ള സാധനം പോലും മോഷണം പോയിട്ടില്ല. മോഷണത്തിന് ശ്രമം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഒരു മോഷണ ശ്രമം നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ അവരൊരു പക്ഷെ സെറ്റ് ചെയ്തതായിരിക്കാം. ഇങ്ങനൊരു സംശയം പോലീസിന് മുന്നിൽ വന്നു. അതിനുമപ്പുറം ഗ്യാരേജിൽ അവർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തി. ഒരു ബാക്ക് പാക്ക്, അതിനകത്ത് എക്സ്ബോക്സ് എന്ന ഒരു ഗെയിമിംഗ് ഉപകരണം ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ നിന്നാണ് അത് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഭയത്തിൽ ആ വ്യക്തി ബാഗ് ഗ്യാരേജിൽ തന്നെ വെച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു റോബറി ശ്രമം അവിടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇങ്ങനെ പോലീസ് അവർക്ക് ലഭിച്ച എല്ലാ തെളിവുകളും പരിശോധിച്ചു. ലോക്കറിലെ ആ രക്തക്കറയിൽ നിന്നുള്ള DNA, കത്തിയിലുള്ള വിരലടയാളം, ജിമ്മിന്റെ കൈകാൽ കെട്ടിയ ആ കയറിലെ DNA, സാൻഡ്രയ്ക്ക് ഉപയോഗിച്ച ആ സ്കാർഫിലെ DNA, ഗ്യാരേജിലെ ബാക്ക് പാക്കിൽ നിന്നുള്ള DNA, ഇവയെല്ലാം പരിശോധിച്ചാൽ മാത്രമേ സാൻഡ്ര സത്യമാണോ പറയുന്നത്, ഇനി അവളാണോ ഈ കൊലപാതകം ചെയ്തത്, അവൾ തന്നെ ഈ കൈകൾ കാലുകളെല്ലാം ഇങ്ങനെ കെട്ടിവെച്ചിട്ട് നാടകം കളിക്കുകയാണോ, കുറ്റകൃത്യത്തിൽ അവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, ഇതൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ക്രൈം സീനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും റിച്ച് ആയിട്ടുള്ള ഫോറൻസിക് തെളിവുകളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഇതുവരെയും പോലീസുകാർ കണ്ടതിൽ വെച്ച് വളരെ വിചിത്രവും സങ്കീർണവുമായ ആ പോലീസ് ടീമിനെ തന്നെ തല പുകപ്പിച്ച ഒരു വലിയ കേസാണിത്. നമ്മൾ ഇത്രയും ദിവസം കണ്ടതിൽ വെച്ച് ഈ ഒരു കേസ് തീർച്ചയായും അത്രത്തോളം വ്യത്യസ്തമായിരിക്കും. അവസാനം വരെയും കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അമേരിക്കൻ പോലീസ് പോലും തല പുകഞ്ഞ് അന്വേഷിച്ച ഒരു കേസ്. അങ്ങനെ ജിമ്മിനെ യഥാർത്ഥത്തിൽ ആരാണ് കൊലപ്പെടുത്തിയത്? സാൻഡ്രയ്ക്കും ഈ കൊലപാതകത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? അന്നത്തെ രാത്രി ആ വീട്ടിൽ എന്ത് സംഭവിച്ചു? ഇതൊക്കെ വിശദമായി അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനുമായിരിക്കും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. ഇപ്പൊ സാൻഡ്രയുടെ മെഡിക്കൽ റിപ്പോർട്ട് വരുന്നു. ഡോക്ടേഴ്സ് നൽകിയ ഈ മെഡിക്കൽ റിപ്പോർട്ട് വായിച്ച് പോലീസിന് വലിയ ഞെട്ടലുണ്ടായി. അതിൽ പറഞ്ഞിരുന്നത് ഈ 15-16 മണിക്കൂർ സാൻഡ്ര ബോധം നഷ്ടമായി കിടന്നുവെന്ന് പറഞ്ഞല്ലോ. അതിന് പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല. ഇലക്ട്രിക് ഷോക്കില്ല, ഭക്ഷണത്തിലോ മരുന്നിലോ പ്രശ്നങ്ങളൊന്നുമില്ല, മുൻപുണ്ടായ സർജറി കാരണമുള്ള പാർശ്വഫലം അങ്ങനെ ഒന്നും തന്നെയല്ല. ഡോക്ടർമാർ ഇതിന് ലളിതമായി പറഞ്ഞത് അവൾ എന്തിനാണ് ബോധം കെട്ട് വീണത് എന്ന് ഞങ്ങൾക്ക് പറയാനാകുന്നില്ല എന്ന്. ഇതുകൊണ്ട് പോലീസ് വീണ്ടും സാൻഡ്രയെ ചോദ്യം ചെയ്തു. ഇപ്പോഴെങ്കിലും സത്യം പറയൂ, എന്തുകൊണ്ടാണ് ബോധം നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. സാൻഡ്ര അതേ മറുപടി തന്നെ പറഞ്ഞു. ഞാൻ ജക്കൂസിയിൽ നിന്നും എഴുന്നേറ്റ് താഴേക്ക് വന്നു, പെട്ടെന്ന് ബോധം പോയി. പക്ഷെ അപ്പോഴും പോലീസിന് അവളിലായിരുന്നു സംശയം. അതിന് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഭർത്താവിനെയും ഭാര്യയെയും ഒരേ ക്ലോസറ്റിലാണ് കണ്ടെത്തിയത്. ഭർത്താവിന് 50-ൽ കൂടുതൽ കത്തി കൊണ്ടുള്ള കുത്തേറ്റിട്ടുണ്ട്. എന്നാൽ ഭാര്യയുടെ ശരീരത്തിൽ ഒരു ചെറിയ പരിക്ക് പോലും ഇല്ല. കൈകൾ 16 മണിക്കൂർ കെട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ അത്രയേറെ പാടുകളും അടയാളങ്ങളും ഉണ്ടാകണമായിരുന്നു. അങ്ങനെ ഒന്നുമില്ല. ഫോഴ്സ്ഡ് എൻട്രി ഇല്ല. വാതിലും ജനാലയും ഒന്നും തകർന്നിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ സാൻഡ്ര തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് പോലീസിന്റെ സംശയം. അതുകൊണ്ട് പോലീസ് വീണ്ടും വീണ്ടും അവളെ ചോദ്യം ചെയ്തു. വീട്ടിൽ ആരെങ്കിലും കയറിയതിന്റെ ശബ്ദമോ സൂചനയോ എന്തെങ്കിലും നിങ്ങൾക്ക് കേട്ട് ഓർമ്മയുണ്ടോ എന്ന്. ഇപ്പൊ സാൻഡ്ര ഒരല്പസമയം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ സാർ, എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു കാർ ഞങ്ങളുടെ കാറിന് പിന്നിൽ അത്രയും ക്ലോസ് ആയി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജിമ്മിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് വണ്ടി സ്ലോ ആക്കരുത്, സ്ലോ ആക്കിയാൽ വണ്ടി ഇടിക്കുമെന്ന്. അതുകൊണ്ട് ജിം വളരെ സ്പീഡിൽ തന്നെ പോയി. അല്പദൂരം ആ കാർ ഞങ്ങളെ ഫോളോ ചെയ്തു. പിന്നീട് അത് എവിടെ പോയി എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന്. സാൻഡ്ര പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാനായി പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ ഇവരുടെ കാറിനെ ഫോളോ ചെയ്ത് മറ്റൊരു കാർ വന്നു എന്ന രീതിയിൽ ഒരു തെളിവ് പോലും അവർക്ക് ലഭിച്ചില്ല. ഇപ്പൊ പോലീസിന് വന്ന അടുത്തൊരു സംശയം, ഏകദേശം 50-ൽ കൂടുതൽ തവണ കുത്തേറ്റിട്ടുണ്ട്. അയാൾ പ്രതിരോധിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും വലിയ ശബ്ദം പുറത്തു വരും. അയാൾ ഉറക്കെ സഹായം വിളിച്ചിട്ടുണ്ടാകും. ശരീരത്തിൽ കത്തി ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ അലറിയിട്ടുണ്ടാകും.
പക്ഷെ സാൻഡ്ര പറഞ്ഞത് എനിക്കൊന്നും കേട്ടില്ല എന്ന്. പോലീസ് തൊട്ടടുത്ത വീടുകളിലൊക്കെ ചെന്ന് അന്വേഷിച്ചു. അവർ പറഞ്ഞതും ശബ്ദമൊന്നും കേട്ടില്ല എന്നാണ്. പോലീസിന് ഇത് വലിയ കുഴപ്പത്തിന് കാരണമായി. അവർ വീണ്ടും ആ വീട് മുഴുവനും പരിശോധിച്ചു. മുന്നിലെ വാതിൽ തകർത്തിട്ടില്ല, പിന്നിലെ വാതിൽ തകർത്തിട്ടില്ല, ജനൽ തകർത്തിട്ടില്ല, മേൽക്കൂര വഴിയും ആരും കയറിയിട്ടില്ല, ഒരു സാധനവും മോഷണം പോയിട്ടുമില്ല. മാത്രമല്ല, ഭർത്താവ് ക്രൂരമായി കൊല്ലപ്പെട്ടു. ഭാര്യ ബോധം കെട്ട് കിടക്കുകയാണ്. ഭാര്യയ്ക്കാണെങ്കിൽ ഒരു പരിക്ക് പോലും ഇല്ല. ഇതെല്ലാം വെച്ച് നോക്കിയപ്പോൾ പോലീസിന് മൊത്തത്തിൽ ഈ ഒരു കേസ് വല്ലാതെ തലവേദന പിടിച്ചു. അവരുടെ സംശയം മുഴുവനും സാൻഡ്രയിലേക്ക് തന്നെയായിരുന്നു. ഇതിനിടെയായിരുന്നു DNA ഫലം വന്നത്. പക്ഷേ ഈ കേസിനെ വീണ്ടും കുഴപ്പിക്കുന്ന ഫലമായിരുന്നു DNA റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതായത് DNAക്ക് നമ്മൾ അയച്ചത് സാൻഡ്രയെ കെട്ടിയ സ്കാർഫിൽ ഒരു DNA ഉണ്ടായിരുന്നു, ജിമ്മിനെ കെട്ടിയ കയറിൽ ഒരു DNA ഉണ്ടായിരുന്നു, ലോക്കറിലെ രക്തക്കറ, ഗ്യാരേജിലെ ബാക്ക് പാക്ക്, ഇവയിലെല്ലാം DNA ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം റിസൾട്ട് വന്നത് ഈ DNA എല്ലാം 2 അജ്ഞാത വ്യക്തികളുടേതാണ്. ഒന്ന് പുരുഷൻ, മറ്റൊരു സ്ത്രീ. പക്ഷേ ആ DNA ജിമ്മിൻ്റെതല്ല, സാൻഡ്രയുടേതല്ല, ബന്ധുക്കളുടേതോ കുടുംബക്കാരുടേതോ ആരുമല്ല. അപ്പോൾ മൂന്നാമത് ഒരു വ്യക്തി ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് 100% തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയും പോലീസിന്റെ പ്രതികരണമായിരുന്നു അത്ഭുതകരം. ഈ മൂന്നാമത്തെ വ്യക്തി അതാരാണെന്ന് അന്വേഷിക്കാൻ പോലീസ് അപ്പോഴും തയ്യാറായില്ല. പോലീസ് അപ്പോഴും പറഞ്ഞത് സാൻഡ്രയാണ് തെറ്റുകാരി, സാൻഡ്രയിലാണ് ഞങ്ങൾക്ക് സംശയം, വീട്ടിൽ മറ്റാരും കയറിയിട്ടില്ല, ഞങ്ങൾക്കിപ്പോഴാണ് സാൻഡ്രയിൽ സംശയമെന്ന്. ആ മൂന്നാമത്തെ വ്യക്തിയുടെ DNA പരിശോധിക്കാൻ പോലും പോലീസ് ശ്രമിച്ചില്ല. ആ DNA ഉപയോഗിച്ച് അവരുടെ ഡാറ്റാബേസിൽ പരിശോധിച്ചിട്ടുകൂടെയില്ല. സാധാരണ മൂന്നാമതൊരു DNA ലഭിക്കുകയാണെങ്കിൽ അവരുടെ പക്കലുള്ള ഡാറ്റാബേസിൽ നിന്നും ഈ DNA മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ യാതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇപ്പോൾ പോലീസ് സാൻഡ്രയോട് പറഞ്ഞത് ഞങ്ങൾക്ക് പോളിഗ്രാഫ് ടെസ്റ്റ് എടുക്കണം, അതിലൂടെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന്. പക്ഷെ സാൻഡ്ര അതിന് സമ്മതിച്ചില്ല. തനിക്കതിന് സമ്മതമില്ല എന്നും പറഞ്ഞു. കൂടാതെ അവളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ അവൾ ശക്തമായി വിയർക്കുകയും കൈകാലുകളെല്ലാം ഇങ്ങനെ വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഓരോ ലക്ഷണവും പോലീസിന് വീണ്ടും വീണ്ടും സംശയം ഉറപ്പിച്ചു, ഈ കൊലപാതകം സാൻഡ്ര തന്നെയാണ് ചെയ്തത് എന്ന്. അങ്ങനെ പോലീസ് തീരുമാനിച്ചു സാൻഡ്രയെ അറസ്റ്റ് ചെയ്യാം എന്ന്. പക്ഷെ ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞൊരു കാര്യം, അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഒരു തെളിവെങ്കിലും നിങ്ങളുടെ പക്കലുണ്ടോ? ലോക്കറിൽ അവളുടെ DNA ഉണ്ടോ? ഇല്ല. ഭർത്താവിന് കെട്ടിയിരുന്ന കയറിൽ അവളുടെ DNA ഉണ്ടോ? ഇല്ല. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയിൽ അവളുടെ DNA ഉണ്ടോ? അതുമില്ല. സാൻഡ്രയെ നേരിട്ട് കൊലപാതകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവെങ്കിലും നിങ്ങളുടെ പക്കലുണ്ടോ? ഒന്നും ഇല്ല. ഇതിന് പ്രോസിക്യൂട്ടർ പറഞ്ഞത് സംശയത്തെ മാത്രം അടിസ്ഥാനമാക്കി അവളെ കുറ്റക്കാരി എന്ന് വിളിക്കാനാകില്ല. ശരിയായ ഫിസിക്കൽ ഫോറൻസിക് തെളിവ് നിങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന്. ഇങ്ങനെ പോലീസ് സാൻഡ്രയെ കേസുമായി ബന്ധിപ്പിക്കാനുള്ള തെളിവുകളൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെയുള്ള പൊതുജനങ്ങൾ ഒരു പ്രധാനപ്പെട്ട സൂചന പറഞ്ഞു. സർ, ഈ വീടിന് അടുത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തി, അയാൾ ഒരു പഴയ ക്രിമിനലാണ്, സമീപകാലത്താണ് ജയിലിൽ നിന്നും അയാൾ ഇവിടേക്ക് എത്തിയത്. ഇത് കേട്ടപ്പോൾ പോലീസ് അയാളെക്കുറിച്ച് അന്വേഷിക്കാനായി ആളെ വിട്ടു. പക്ഷേ ഇയാളെ വീട്ടിൽ കണ്ടെത്താനായില്ല. അയാളെ വിളിപ്പിക്കാനുള്ള നോട്ടീസൊക്കെ നൽകി, പക്ഷെ അവൻ എത്തിയില്ല. എന്നാൽ പിന്നീട് പോലീസ് അവനെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും നിന്നില്ല. കാരണം പോലീസിന്റെ മുഴുവൻ ശ്രദ്ധയും അപ്പോഴും സാൻഡ്രയിലേക്ക് മാത്രമായിരുന്നു. അങ്ങനെ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് സാൻഡ്ര തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. സർ, അന്ന് ഞാൻ ബോധം നഷ്ടമായപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ എനിക്കിപ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ഇത് കേട്ട പോലീസ് പറഞ്ഞോളൂ, എന്താണ് ഓർമ്മ വന്നത്? ഞാൻ ബോധം കേട്ട് വീണപ്പോൾ ഒരു അല്പം പകുതി ബോധമുള്ള അവസ്ഥയിൽ കണ്ണു തുറന്നപ്പോൾ ഒരു വെളുത്ത നിറത്തിലുള്ള പുരുഷനും സ്ത്രീയും ക്ലോസറ്റിനടുത്ത് നിൽക്കുന്നത് കണ്ടു. അവരൊരു പക്ഷേ ജിമ്മിനെ കൊന്നിട്ടുണ്ടാകും എന്ന്. പക്ഷെ പോലീസിന് ഇത് വിശ്വാസം വന്നില്ല. കാരണം സാൻഡ്രയെ മുൻപ് 2-3 തവണ ചോദ്യം ചെയ്തപ്പോഴും ഓരോ തവണയും അവൾ ഓരോ കഥയായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഈ DNA റിസൾട്ട് വന്നു. അതിൽ ഈ മൂന്നാമതൊരാളുടെ DNA ആണ്, അതും ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും DNA ആണെന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതുകൊണ്ട് അവൾ ആ സംഭവ സ്ഥലത്ത് ഒരു ആണും പെണ്ണും ഉണ്ടായിരുന്നു എന്നുള്ള പുതിയ കഥ മെനഞ്ഞതാണ് എന്ന് പോലീസ് കരുതി. ഇക്കാരണത്താൽ സാൻഡ്രയിലുള്ള ആ ഒരു വിശ്വാസം അവർക്ക് പൂർണ്ണമായും നഷ്ടമായി. ഇങ്ങനെ കേസിന്റെ അന്വേഷണം ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി. 2 വർഷം കഴിഞ്ഞു. കേസ് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നേയില്ല. അവസാനം ഡിറ്റക്റ്റീവ് തീരുമാനിച്ചു, ഇനി മറ്റാരെയും അന്വേഷിക്കേണ്ട, എന്തായാലും ഈ കേസ് സാൻഡ്രയിൽ തന്നെ തിരിച്ചെത്തും, അവളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന്. അതിന് അവർ വയ്ക്കുന്ന വാദവും ഇത് തന്നെയായിരുന്നു. വീട് തകർത്ത് കയറിയിട്ടില്ല, ഭാര്യയ്ക്കാണെങ്കിൽ ഒരു പരിക്കുമില്ല, അവൾ കഥ മാറ്റി മാറ്റി പറയുന്നു, വേറെ തെളിവുകളൊന്നും ലഭിക്കുന്നില്ല, എല്ലാ തെളിവും ഇവളിലാണ് ഒന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് കൊലപാതകം ചെയ്തത് സാൻഡ്രയാണെന്ന് തന്നെ അവർ ഉറപ്പിച്ചു. അപ്പോഴും ഈ DNA ഫലത്തെക്കുറിച്ച് പോലീസുകാർ ശ്രദ്ധിക്കുന്നില്ല. ഇത്രയും അനുമാനങ്ങൾ മാത്രം തെളിവായി വെച്ചുകൊണ്ട്
കേസ് കൊണ്ടുപോകുന്നത് വളരെ അപകടകരമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്കിൽ പോലും 2014 സാൻഡ്രയെ അറസ്റ്റ് ചെയ്തു. കേസ് കോടതിയിലെത്തി. പക്ഷേ ഡിഫൻസ് ടീം വാദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി. പ്രോസിക്യൂഷന് ശക്തമായ തെളിവുകളൊന്നും ഇല്ല. ഡിഫൻസ് ടീമിന്റെ വാദവും ഇതൊക്കെയായിരുന്നു. 32 വർഷം സന്തോഷകരമായി ജീവിച്ചു. വലിയ തർക്കങ്ങളൊന്നും ഇല്ല. റിട്ടയർമെന്റ് പ്ലാനുകൾ പോലും ഒരുമിച്ച് പദ്ധതിയിട്ടു. ഇവർക്ക് ഭർത്താവിനെ കൊലപ്പെടുത്താൻ ഒരു കാരണവും ഇല്ല എന്ന് ഡിഫൻസ് ടീം പറഞ്ഞു. ഫിസിക്കൽ, ഫോറൻസിക് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ഇവരുടെ രക്തം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല, വിരലടയാളം ഇല്ല, DNA ഇല്ല, കത്തിയിൽ ഇവരുടെ പാടുകളൊന്നുമില്ല. കൂടാതെ ക്രൈം സീനിൽ നിന്നും 2 അന്യരുടെ DNA പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷെ അവരാരാണെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചിട്ടില്ല. അവരായിരിക്കും യഥാർത്ഥ കൊലയാളി. ഇതായിരുന്നു ഡിഫൻസ് ടീം ശക്തമായി വാദിച്ചത്. കൂടാതെ വീട് തകർത്തിട്ടില്ലെങ്കിൽ കൂടിയും എത്രയോ പേര് വീടൊക്കെ തകർക്കാതെ വളരെ എളുപ്പത്തിൽ ലോക്കൊക്കെ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറി മോഷണത്തിന് വേണ്ടി ഒരു പക്ഷെ കൊലപാതകം നടന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഇവിടെ സാൻഡ്രയിൽ കുറ്റം ചുമത്തുകയാണ് എന്ന് ഡിഫൻസ് ടീം വലിയ രീതിയിൽ വാദിച്ചു. പക്ഷെ ഇവിടെ പ്രോസിക്യൂഷൻ അവരും അത്ര എളുപ്പത്തിൽ ഇത് അവസാനിപ്പിച്ചില്ല. അവർ പറഞ്ഞത് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സാൻഡ്ര ഡിവോഴ്സിന് ആലോചിച്ചിരുന്നു. പക്ഷെ ഇതിന് തെളിവോ സാക്ഷികളൊന്നും ഇല്ല. ജിമ്മിനൊരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ജിമ്മിന്റെ മരണശേഷം ഏകദേശം $1.5 ലക്ഷത്തോളം സാൻഡ്രയ്ക്ക് ലഭിക്കുന്ന രീതിയിലായിരുന്നു ഇൻഷുറൻസ്. അപ്പോൾ അവിടെ സാൻഡ്രയ്ക്ക് ലാഭം കൂടുതലാണ്. കൂടാതെ ഫോഴ്സ്ഡ് എൻട്രി ഇല്ല, വീട് തകർത്ത് കയറിയിട്ട് കൂടിയില്ല. അപ്പോൾ മൂന്നാമത് ഒരു വ്യക്തി ആ വീടിനുള്ളിലേക്ക് കയറിയിട്ടും ഇല്ല. മുറിയിൽ റോബറി ഒന്നും നടന്നിട്ടില്ല. അലമാരകളെല്ലാം തുറന്നിട്ടുണ്ടെങ്കിലും സാധനങ്ങളൊന്നും നഷ്ടമായിട്ടില്ല. കൂടാതെ സാൻഡ്ര 15-16 മണിക്കൂറോളം മയക്കത്തിലായിരുന്നു. ഇത് ശാസ്ത്രീയമായി അസാധ്യമാണ്. ഇതെല്ലാം നാടകം തന്നെയാണെന്ന് അവർ പറഞ്ഞു. കൈകൾ 15-16 മണിക്കൂറുകൾ കെട്ടിയിരുന്നു. പക്ഷെ തെളിവായി പാടുകളൊന്നും കണ്ടില്ല. ഇതും അവൾക്ക് എതിരെയാണ്. ആ ബാത്റൂം പൂട്ടിയിരിക്കുകയായിരുന്നു. ഇത് സാൻഡ്രയ്ക്ക് തന്നെ ചെയ്യാം. അതായത് സ്കാർഫ് ഉപയോഗിച്ച് കസേര പതിയെ വലിച്ച് കതകടച്ചിട്ട് അതേ സ്കാർഫ് ഉപയോഗിച്ച് അവൾ കൈകൾ കെട്ടിയിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. ഇതിനെ ഡിഫൻസ് ടീം പറഞ്ഞത്, ക്രൈം സീനിൽ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും DNA ലഭിച്ചല്ലോ, അത് ആരുടേതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ എന്ന്. പക്ഷെ ഇതിന് ഉത്തരമൊന്നുമില്ല. ഇങ്ങനെ ഈ കോടതി വാദങ്ങളെല്ലാം വർഷങ്ങൾ നീണ്ടു. അവസാനം 2017 ഞെട്ടിപ്പിക്കുന്ന ഒരു വിധിയായിരുന്നു വന്നത്. 2 പാർട്ടിയുടെയും വാദങ്ങൾ 2-3 ദിവസം കേട്ട ശേഷം ജഡ്ജി ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വിധി പ്രഖ്യാപിച്ചു. സാൻഡ്രയാണ് ഭർത്താവായ ജിമ്മിനെ കൊന്നത് എന്ന്. അങ്ങനെ 27 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ഈ വിധി കേട്ട് സാൻഡ്ര കോടതി മുറിക്കുള്ളിൽ ബോധം കെട്ട് വീണു. ആ കുടുംബത്തിന് മുഴുവനും വലിയ ഞെട്ടലായി. ഈ ഒരു വിധി വന്നപ്പോൾ സാൻഡ്രയുടെ മകൾ എലിസബത്ത് പറഞ്ഞത്, എൻ്റെ അമ്മയ്ക്ക് ഈ കൊലപാതകം ചെയ്യാനുള്ള ഒരു കാരണവും ഇല്ല. 100% ഉറച്ച വിശ്വാസത്തോടെ ആ മകൾ പറഞ്ഞു. കുടുംബത്തിലെ എല്ലാവരും സാൻഡ്രയുടെ നിരപരാധിത്വത്തെ വിശ്വസിച്ചു. ഈ വിചാരണയിൽ വന്ന തീരുമാനത്തോട്, ഈ വിധിയോട് ആ കുടുംബം മുഴുവനും എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷെ ജഡ്ജി പറഞ്ഞത്, ഫിസിക്കൽ എവിഡൻസ് ഒന്നും ഇല്ലെങ്കിലും സാൻഡ്ര ചെയ്തിരിക്കാനുള്ള സർക്കംസ്റ്റാൻഷ്യൽ സാധ്യത കൂടുതലാണ്. വീടിനുള്ളിൽ ബ്രേക്ക് ഇൻ ചെയ്ത അടയാളം ഒന്നും ഇല്ല. അവളുടെ ശരീരത്തിൽ ഒരു ചെറിയ പാടോ മുറിവോ ഒന്നും തന്നെ ഇല്ല. 15 മണിക്കൂർ മയങ്ങി കിടന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സാധ്യമാവുക? ശാസ്ത്രീയമായി അസാധ്യമാണ്. ഇതെല്ലാം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസായി സാൻഡ്രയ്ക്കെതിരെ ഉപയോഗിച്ചു. അങ്ങനെ 27 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. പക്ഷെ സാൻഡ്ര തന്റെ വിധിക്കെതിരെ ഒരു അപ്പീൽ നൽകി. 1ാമത്തെ അപ്പീൽ തള്ളിപ്പോയി. 2ാമത്തെ അപ്പീൽ വലിയ പണം ചെലവിട്ട് അഭിഭാഷകർ എടുത്തിട്ട് കൂടി വീണ്ടും തള്ളിപ്പോയി. സാൻഡ്ര അപ്പോഴും ജയിലിൽ തന്നെയാണ്. ഇനി അവൾക്ക് പരോൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് 2031 മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി പരോൾ കിട്ടിയില്ലെങ്കിൽ അവൾ റിലീസാകുന്നത് 2040 മാത്രം. ഈ സമയത്താണ് ടെക്സസിലെ ഇന്നസെന്റ് പ്രോജക്റ്റ് എന്നൊരു കമ്മ്യൂണിറ്റി, അതായത് ഈ തെറ്റായ വിധികളിൽ കുടുങ്ങിയ ഒരു സംഘടനയാണ്. ഇവർ സാൻഡ്രയുടെ ഈ കേസ് ഫയൽ മുഴുവനായും പഠിച്ചു. സാൻഡ്ര ചെയ്തു എന്നുള്ളതിന് ഒരു തെളിവ് പോലും ഇല്ല, ഫിസിക്കൽ എവിഡൻസും ഇല്ല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവളെ രക്ഷിക്കാൻ ഇവർ ഒരു കേസ് ഫയൽ ചെയ്തു. അങ്ങനെ ജയിലിൽ ചെന്ന് അവളെ ഒരു ഇന്റർവ്യൂ എടുത്തു. ആ സമയത്ത് അവൾ ഉറച്ചു പറഞ്ഞു, ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിനെ കൊന്നിട്ടില്ല, ആ ദിവസം ശരിക്കും ഞാൻ മയങ്ങി വീണതാണ് എന്ന്. ഇങ്ങനെ ഇവർ നൽകിയ കേസ് ഒരു വഴി എങ്ങനെ പോകുന്നു? സത്യത്തിൽ ഈ ഒരു കേസ് അമേരിക്കൻ ജനങ്ങളെ തന്നെ 2 വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി മാറ്റി. 1ാമത്തെ വിഭാഗം പറയുന്നത് സാൻഡ്ര നിരപരാധിയാണ്. അവരുടെ വാദമനുസരിച്ച് ഒരു ഫിസിക്കൽ തെളിവില്ല, ക്രൈം സീനിൽ ഉണ്ടായിരുന്ന 2 അപരിചിതരുടെ DNA, പോലീസ് അവരെ കണ്ടെത്താൻ പോലും ശ്രമിച്ചിട്ടില്ല. വീടിനടുത്ത് മുൻകൂട്ടി തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു, പോലീസ് അവനെ ചോദ്യം ചെയ്തില്ല. സാൻഡ്രയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു,
മരുന്നിന്റെ പാർശ്വഫലമായി അവൾ മയങ്ങി വീണിട്ടുണ്ടാകാം എന്നൊക്കെ. ഇതൊക്കെയാണ് സാൻഡ്രയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം, അവർ പറയുന്നത് സാൻഡ്ര തന്നെയാണ് കൊലയാളി. അവരുടെ ചിന്തകൾ, വീട് ബ്രേക്ക് ഇൻ ചെയ്തിട്ടില്ല, വീട്ടിൽ ആരും കതക് തള്ളി തുറന്നിട്ടില്ല, വീട്ടുകാരിൽ ആരെങ്കിലും തന്നെ ആയിരിക്കണം കതക് തുറന്നത്, സാൻഡ്ര അല്ലെങ്കിൽ ജിം മരിച്ചു എന്നുണ്ടെങ്കിൽ സാൻഡ്ര തന്നെയായിരിക്കണം വാതിൽ തുറന്നത്. ജിം കുളിച്ച് പുറത്തേക്ക് വന്ന ഉടനെയാണ് ആക്രമണം. അയാൾ വസ്ത്രം പോലും ധരിച്ചിട്ടില്ലായിരുന്നു. ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ നഗ്നനായ രീതിയിൽ ആ ബാർഡപ്പിനടുത്ത് തന്നെ ഇങ്ങനെ കിടക്കില്ലായിരുന്നു. അടുത്തത് തൊട്ടുണ്ടായിരുന്ന സാൻഡ്ര, അവളുടെ ശരീരത്തിൽ ഒരു പാട് പോലും ഇല്ല. രണ്ട് അപരിചിതർ വന്ന് ജിമ്മിനെ ക്രൂരമായ രീതിയിൽ കൊന്നപ്പോൾ അവളെ എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല? കള്ളന്മാരാണ് വന്നതെങ്കിൽ എന്തുകൊണ്ട് വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും എടുത്തില്ല? സാൻഡ്ര എന്തുകൊണ്ട് കൊല്ലാതെ വെറുതെ വിട്ടു? ഇങ്ങനെ രണ്ട് വിഭാഗം രണ്ട് രീതിയിൽ പറഞ്ഞു തുടങ്ങി. ഇതിനിടെ മകളായ എലിസബത്ത് ഇപ്പോഴും തന്റെ അമ്മ നിരപരാധി എന്ന് തെളിയിക്കാൻ പോരാടുകയാണ്. ക്രൈം സീനിൽ കിട്ടിയ 2 പേരുടെ DNA അത് ആരുടേതാണ് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഈ ഒരു കേസ് ഇത് പൂർണ്ണമായും പരിഹരിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അമേരിക്കൻ ജനങ്ങൾക്കും നിയമവിദഗ്ധർക്കും ഇപ്പോഴും ഒരു സംശയമുണ്ട്, ഈ ഒരു കേസിൽ എന്തോ ഒന്ന് മിസ് ചെയ്തു എന്ന്. അതുകൊണ്ട് തന്നെ ഇത് 100% സോൾവ് ചെയ്ത കേസ് അല്ല എന്ന് എല്ലാവരും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും തീർച്ചയായും അങ്ങനെ തന്നെ തോന്നും. ഇതുവരെയും ഈ കേസ് കണ്ടതിൽ വെച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. സാൻഡ്ര 100% കുറ്റവാളി എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. അതേസമയം സാൻഡ്ര 100% നിരപരാധി എന്ന് പറയാനും സാധിക്കില്ല. കാരണം പറഞ്ഞത് തന്നെയാണ്, ഫിസിക്കൽ എവിഡൻസ് ഇല്ല, അവൾ ഒരു കുറ്റവാളി എന്ന് ഉറപ്പിച്ച് പറയാനും സാധിക്കുന്നില്ല. DNA 2 അജ്ഞാതരായ വ്യക്തികളുടേത് കിട്ടിയിട്ടുണ്ട്. അതും ഈ കേസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അവളുടെ ശരീരത്തിലാണെങ്കിൽ ഒരു മുറിവ് പോലും ഇല്ല, അത് കോൺട്രഡിക്ഷൻ ആണ്. ഇനി മോഷണം സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മോട്ടീവും അജ്ഞാതമാണ്. അവൾ മയങ്ങിപ്പോയി, ഇതിനെ മെഡിക്കലായി വിശദീകരിക്കാൻ പോലും സാധിക്കുന്നില്ല. എല്ലാം വെച്ച് നോക്കുമ്പോൾ 2 സാധ്യതകൾക്കും ഇവിടെ സ്ഥാനമുണ്ട്. നിങ്ങൾ ഈ പൂർണ്ണ കഥ കേട്ടല്ലോ. ഇതിലൂടെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ജിമ്മിനെ സാൻഡ്രയാണ് കുത്തിക്കൊന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ കുത്തുന്ന സമയത്ത് രക്തം ഇങ്ങനെ തെറിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരു തുള്ളി രക്തം പോലും സാൻഡ്രയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അവളുടെ ഫിംഗർ പ്രിന്റ്സ് ആ കത്തിയിൽ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാൻഡ്ര നേരിട്ട് ഈ കൊലപാതകം നടത്തിയിട്ടില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനി ഈ കേസിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് 2 DNA ആയിരുന്നു. ക്രൈം സീനിൽ നിന്ന് 2 വ്യത്യസ്ത DNA ലഭിച്ചു. ജിമ്മിന്റെ കൈ കെട്ടിയിരുന്ന കയറിലെ DNA, സാൻഡ്രയുടെ കയ്യിൽ കെട്ടിരുന്ന സ്കാർഫിൽ നിന്നുള്ള DNA, ലോക്കർ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവിടെ നിന്നും കിട്ടിയ ഒരു DNA. ഇത് ഒരു പുരുഷന്റേതും സ്ത്രീയുടേതുമായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു തിയറി, സാൻഡ്രയ്ക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ട്, പക്ഷെ അവൾ കൊലപാതകം ചെയ്തിട്ടില്ല. അവൾ 2 പേരെ ഹയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് വീട്ടിലേക്ക് വരാൻ സഹായിച്ചിട്ടുണ്ട്. അതായത് സാൻഡ്രയും ജിമ്മും ജഗൂസിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സാൻഡ്ര ആദ്യം എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്ന് ആ 2 പേരെയും അകത്തേക്ക് വിടുന്നു. അവർ വന്ന് ജിമ്മിനെ ആക്രമിക്കുന്നു. ജിം കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആക്രമിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നഗ്നനായ അതേ അവസ്ഥയിൽ മരിച്ചു കിടന്നത്. കൊലപാതകത്തിന് ശേഷം ജിമ്മിന്റെ കൈകാലുകളെല്ലാം കെട്ടിവെക്കുന്നു. ഇനി അതേസമയം സാൻഡ്ര സംശയത്തിന് ഇരയാകാതിരിക്കാൻ അവളുടെ കൈകാലുകളും അവർ വളരെ ലൂസായി കെട്ടിവെച്ചു. അതുകൊണ്ടാണ് അവളുടെ ശരീരത്തിൽ യാതൊരു മുറിവിന്റെ പാടുമില്ല, രക്തക്കറയും ഇല്ല. അതിനുശേഷം ആ വീട്ടിലെ ഒരു പ്രത്യേക സാധനങ്ങളുള്ള ഒരു ലോക്കർ തുറക്കാൻ ശ്രമിക്കുന്നു. അതിലെന്തോ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് അതെടുക്കാനാണ് അവർ ലോക്കർ തുറക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് തുറക്കാൻ സാധിച്ചില്ല. അതിന്റെ കീ എവിടെയാണെന്ന് ജിമ്മിന് മാത്രമേ അറിയൂ. അങ്ങനെയാണ് ഇവരുടെ ഈ രക്തക്കറ ലോക്കൽ ഹാൻഡിൽ വരുന്നത്. പക്ഷെ അവർക്കൊന്നും അവിടെ നിന്ന് മോഷ്ടിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു മോഷണത്തിന് വേണ്ടി നടന്ന കൊലപാതകമാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായി മോഷണം നടന്നതുപോലെ ആ വീടിനെ ഒന്ന് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കെല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കും. സാൻഡ്രയുടെ ശരീരത്തിൽ എന്തുകൊണ്ട് രക്തക്കറയില്ല? സാൻഡ്രയുടെ ഫിംഗർ പ്രിന്റ്സോ ഫുട് പ്രിന്റ്സോ എന്തുകൊണ്ട് എവിടെയുമില്ല? DNA 2 അജ്ഞാതരുടേതാണ്, അതിവിടെ മാച്ച് ആകുന്നുണ്ട്. ലോക്കറിൽ ഒരു DNA ഉണ്ട്, അതും ഇവിടെ മാച്ച് ആകുന്നുണ്ട്. ബ്രേക്ക് ഇൻ അവിടെ ഇല്ല, കാരണം സാൻഡ്ര തന്നെയാണ് അത് തുറന്നത്, അത് മാച്ച് ആകുന്നുണ്ട്. മോഷണം ഒന്നും സംഭവിച്ചിട്ടില്ല, കാരണം അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു, അത് അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് മറ്റു സാധനങ്ങളൊന്നും മോഷണവും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബെസ്റ്റ് കൺക്ലൂഷനിലെത്താൻ സാധിക്കും. സാൻഡ്രയ്ക്കും ഈ കൊലപാതകത്തിനും ബന്ധമുണ്ട്, പക്ഷേ കാര്യം മറ്റൊരാളാണ് ചെയ്തത്. സാൻഡ്ര കൊലപാതകം ചെയ്തവരെ സംരക്ഷിക്കുകയാണ്. പക്ഷേ അവിടെയും വരുന്നൊരു വലിയ ചോദ്യം, എന്തുകൊണ്ട് പോലീസ് സാൻഡ്രയാണ് കുറ്റം ചെയ്തത് എന്ന് തറപ്പിച്ച് പറയുമ്പോഴും സാൻഡ്ര എന്തുകൊണ്ട് കുറ്റം ചെയ്തവരെ കാണിച്ചു കൊടുത്തില്ല? ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം, ഒരു പക്ഷേ മകൾ എലിസബത്ത് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാകാം. മകളെ രക്ഷിക്കാൻ ഒരു പക്ഷേ സാൻഡ്ര എല്ലാം മറച്ചു വെച്ചതാകാം. ഇതൊരു പോസിബിൾ ഓപ്ഷൻ ആണ്, പക്ഷെ ഇതിനും സോളിഡ് പ്രൂഫ് ഇല്ല. അപ്പോൾ ലീഗലി നോക്കിയാൽ സാൻഡ്രയ്ക്ക് ശിക്ഷ കൊടുത്തത് ന്യായമാണ്. ഷീ enabled entry, she lied about timeline, she hid involvement, she knows the killers. ബട്ട് ഒറിജിനൽ കില്ലേഴ്സ് ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല.
അവസാനം വീണ്ടും എല്ലാവർക്കും വരുന്ന ഒരു ചോദ്യം, സത്യത്തിൽ ജിമ്മിനെ ആര് കൊന്നിട്ടുണ്ടാകും? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു കേസ് 100% സോൾവ് അല്ല, ഇനിയും എന്തൊക്കെയോ പരിഹരിക്കേണ്ടതുണ്ട്. ഇത്രയും കേട്ടതിൽ വെച്ചും ഞാൻ പറഞ്ഞ തിയറിയിലൂടെയും നിങ്ങൾക്ക് പുതിയ തിയറി എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു കേസ് ഇത്രയും സമയം കണ്ടതിൽ വെച്ച് ജിമ്മിനെ ആര് കൊന്നിട്ടുണ്ടാകും? നിങ്ങളുടെ അഭിപ്രായം വെച്ച് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ ചാനൽ എത്തിക്കുക. നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യാനും ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ തരുന്ന ലൈക്കും കമൻസും ഒക്കെ വലിയ മോട്ടിവേഷൻ ആയിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.